അപ്പോൾ പിന്നെ അതിന്റെ അർത്ഥം എന്താണ്? ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഞങ്ങൾക്ക് കാവല് വാങ്ങിത്തരണേ എന്ന. അത് അവര് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുക, അല്ലെങ്കിൽ അവര് ഇടപെടുക, അങ്ങനെ കാവലുണ്ടാക്കി തരിക എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ കാവലിനെ അവര് സൃഷ്ടിക്കുക എന്നല്ല. കാരണം എല്ലാം സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാണ്. കാവലിനെ സൃഷ്ടിക്കുന്നവനും എല്ലാം സൃഷ്ടിച്ചു കൊടുക്കുന്നവൻ പടച്ചവൻ അള്ളാഹുവാണ്. അള്ളാഹുവല്ലാതെ സൃഷ്ടാവില്ല, പടച്ചവനില്ല. അപ്പോൾ പിന്നെ സൃഷ്ടികളോട് പറയുന്നതിനർത്ഥം അതിന് നിമിത്തമായി പ്രവർത്തിക്കണേ എന്നാണ്. അതുകൊണ്ട് തന്നെ ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് കാവല് കിട്ടാൻ ആവശ്യമായ ഇടപെടൽ നടത്തണേ എന്നാണ്. ഇടപെടൽ പല വിധത്തിലുണ്ട്. അതിലൊന്നാണ് അള്ളാഹുവിനോട് നമുക്ക് കാവൽ തരാൻ വേണ്ടി ആവശ്യപ്പെടുക. നിങ്ങൾ കണ്ടില്ലേ, സുബ്ഹാനല്ലാഹ്, അതിനുവേണ്ടി ആവശ്യപ്പെടുക. മറ്റൊന്നാണ് അവര് തന്നെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം, പടച്ചവന്റെ ഉദ്ദേശപ്രകാരം അവൻ കഴിവ് കൊടുക്കുന്നതനുസരിച്ച് അവര് വിഷയത്തിൽ ഇടപെടുക. അതാണല്ലോ ഇമാം റംലി റളിയല്ലാഹു അൻഹു ഫതാവയിൽ പറഞ്ഞത്, ശുഹിദൂന ഹാറൻ ജിഹാറൻ യുഖാതിലൂനൽ കുഫാർ. സുഹദാക്കളായ ആളുകൾ പകലിൽ തന്നെ അതാ അവര് യുദ്ധം ചെയ്യുന്നവരായി, സത്യനിഷേധികളോട് യുദ്ധം ചെയ്യുന്നവരായി, മുമ്പ് ഷഹീദായി പോയ സുഹദാക്കളെ കാണാൻ തന്നെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഇടപെടുകയെന്നാണ്. എല്ലാ സ്ഥലത്തും വിഷയം സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്, കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, തടയുന്നവൻ അല്ലാഹുവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരാൾ ബദരീങ്ങളെ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ രോഗം സുഖപ്പെടുത്താൻ ബദരീങ്ങൾക്ക് കഴിയൂലല്ലോ. രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലാഹു ആണല്ലോ. വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ. രോഗമായാൽ സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചില്ലേ? നമ്മൾക്ക് റസൂലുള്ളാഹി തന്നെ പഠിപ്പിച്ചില്ലേ? അല്ലാഹുമ്മ ഇന്നക അന്തശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക്. അല്ലാഹുവേ, നീ മാത്രമാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ, നീയല്ലാതെ രോഗം സുഖപ്പെടുത്തുന്നവനില്ല. എന്നാൽ ഒരാള് ബദരീങ്ങളെ രോഗം സുഖപ്പെടുത്തണേ എന്നങ്ങ് പറഞ്ഞു പോയാലോ? അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ അവൻ ശിർക്ക് ചെയ്തു എന്ന് പറയാൻ പാടില്ല, കുഫ്ർ ചെയ്തു എന്ന് പറയാൻ പാടില്ല, ഹറാം ചെയ്തു എന്ന് പറയാൻ പാടില്ല, കറാഹത്ത് ചെയ്തു എന്ന് പറയാൻ പാടില്ല. മറിച്ച് മുഅ്മിനായ മനുഷ്യർ അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ രോഗശമനത്തിനു വേണ്ടി നിങ്ങൾ ഇടപെടണേ എന്നാണ്. രോഗം സുഖപ്പെടുത്തണേ എന്നാണ്, സുഖപ്പെടാൻ നിങ്ങൾ ഇടപെടണേ എന്നാണ്. ഏതുപോലെ ഒരു ഡോക്ടറോട് ഒരാൾ ചെന്നിട്ട് ഡോക്ടറെ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും തന്നെ ഡോക്ടർ രോഗം സുഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കൂല. മറിച്ച് രോഗം സുഖപ്പെടുത്താൻ വേണ്ടി ഡോക്ടറുടെ ഇടപെടൽ ഉണ്ടാകും. ഡോക്ടർ ചിലപ്പോൾ പരിശോധിക്കും, രോഗം കണ്ടെത്തും, മരുന്ന് കൊടുക്കും, ഓപ്പറേഷൻ ചെയ്യും, പലതും ചെയ്യും. ഇങ്ങനെ ഇടപെടലുകൾ നടത്തുമെന്നല്ലാതെ രോഗം സുഖപ്പെടുത്താൻ ഡോക്ടർക്ക് കഴിയുമെന്ന് ഒരു മുസ്ലിമും വിശ്വസിക്കൂല. പക്ഷേ പറയുമ്പോ ചിലപ്പോ ഡോക്ടറെ രോഗം സുഖപ്പെടുത്തണേ എന്നൊരു ഉമ്മ പറഞ്ഞാൽ ആ ഉമ്മ ഇസ്ലാം എന്ന് പുറത്തുപോയി എന്ന് വിധിക്കുന്നത് വിഡ്ഢിത്തമാണ്, വിവരക്കേടാണ്. അങ്ങനെ വിധിക്കാൻ പാടില്ല. ആ ഉമ്മ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ ബദരീങ്ങളോട് പറഞ്ഞാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞാലും ഏത് മഹാന്മാരോട് പറഞ്ഞാലും മുഅ്മിനീങ്ങൾ പറയുമ്പോൾ അതാണ് അർത്ഥം. ഓ സുഹൃത്തുക്കളെ, അത് തന്നെയാണ് ഇവിടെയും ഇമാം റാസി പഠിപ്പിക്കുന്നത്. അല്ലാഹ് നമ്മളോട് പറഞ്ഞു, സല്ലു അലൈഹി, നബി തങ്ങൾക്ക് നിങ്ങൾ സലാത്ത് ചൊല്ലണേ എന്നല്ലല്ലോ. സല്ലു എന്നതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ അല്ലാഹുമ്മ സല്ലി എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാകണ്ടേ. ഇനി അല്ലാഹു മലായികതഹു യുസല്ലൂന എന്ന് പറഞ്ഞാൽ അവിടെയും അങ്ങനെയാകണ്ടേ. അവിടെ ഒന്നും അർത്ഥം അങ്ങനെയല്ലല്ലോ, മറിച്ച് മഹത്തായ അനുഗ്രഹം ചെയ്യണമെന്നാണല്ലോ. അപ്പൊ അള്ളാഹു നമ്മളോട് മഹത്തായ അനുഗ്രഹം നൽകണമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നൽകുകയെന്നല്ല ഉദ്ദേശം. നൽകാൻ വേണ്ടി പറയണം, നിങ്ങൾ ഇടപെടണമെന്നാണ്, നിങ്ങൾ പറയണമെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ സലാത്ത് ചൊല്ലുന്നത്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. നബി തങ്ങൾക്ക് ഒരു കാരുണ്യവും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയൂല. കാരുണ്യം ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവോട് താണുകയാണ്, അപേക്ഷിക്കുകയാണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ്. അല്ലാഹുവോട് അപേക്ഷിക്കുകയാണ്. അങ്ങനെ അപേക്ഷിച്ചാലോ അതിന്റെ ഗുണം ആർക്കാണ്?
അത് നമ്മൾക്ക് തന്നെയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹ് എന്തായാലും മഹത്തായ അനുഗ്രഹം നൽകുമെന്നതിലൊരു സംശയവുമില്ല. അത് പടച്ചവർ ഏറ്റെടുത്ത കാര്യമാണ്, ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചതാണ്. നമ്മൾ സലാത്ത് ചൊല്ലിയില്ലെങ്കിലും അല്ലാഹു നബി തങ്ങൾക്ക് സലാത്ത് നൽകുമെന്നുറപ്പാണ്. പിന്നെ നമ്മൾ എന്തിനാണ് ഇത് പറയുന്നത്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. മൻ സല്ല അലൈയ വാഹിദതൻ സല്ലല്ലാഹു അലൈഹി ബിഹി അസ്റാ. എന്റെ പേരിൽ സ്വലാത്ത് നിർവഹിച്ചാൽ അതിന്റെ ഗുണം നിങ്ങൾക്കാണ്. നിങ്ങൾക്ക് ചുരുങ്ങിയത് 10 ഗുണം അല്ലാഹ് തരും. അതുകൊണ്ട് എന്റെ ഉമ്മത്തുകളെ, നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ ഞാൻ മുഖേനയല്ലേ നിങ്ങൾക്ക് സാധിക്കുക? നബിതങ്ങൾ മുഖേനയല്ലേ നമുക്ക് വിജയത്തിന് സാധ്യതയുള്ളത്? ഞാൻ അതുകൊണ്ട് തന്നെ പറയട്ടെ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ഇന്നലെ ഞാൻ മുതഅല്ലിമീങ്ങൾക്ക് ഫത്ഹുൽ മുഈൻ തുടങ്ങിക്കൊടുത്തു. ആ ഫത്ഹുൽ മുഈന്റെ തുടക്കത്തിലുണ്ടല്ലോ സലാത്തൻ വസലാമൻ അഫൂസു ബിഹിമാ. ഓ